മിക്കവാറുമുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലമാരയിലുള്ള സകല തുണികളും എടുത്ത് പുറത്തിടും, എന്നിട്ടത് നല്ല വൃത്തിയായിട്ടും അടുക്കിച്ചിട്ടയായിട്ടും മടക്കി വെക്കും. എൻ്റെ തുണി മാത്രമല്ല, ഷീച്ചാൻ്റെ കൊച്ചിൻ്റെ തുണി എല്ലാം ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. തുണി മാത്രമല്ല, വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയോടും കൂടെ ചെയ്ത് അങ്ങനെ ഒരു ശീലമായിപ്പോയി. അതുകൊണ്ട് അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഭീമ എന്നുള്ള കവർ മാത്രമേ ഉള്ളൂ, സ്വർണ്ണമല്ല കേട്ടോ. ഇത് കുറച്ച് എൻ്റെ എന്താ പറയുക, മാലയും കമ്മലും അങ്ങനെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ്. സ്ത്രീകളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ കാണാനായിട്ട് ഇഷ്ടമായിരിക്കും. കൂടുതലും ഞാൻ മുത്തുമാലകളാണ് യൂസ് ചെയ്യുന്നത്. സ്വർണ്ണം വാങ്ങിക്കുമെങ്കിലും സ്വർണ്ണത്തോട് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്. വാങ്ങിക്കത്തേ ഉള്ളൂ, വാങ്ങിച്ചിട്ട് അതുപോലെ ഞാൻ പെട്ടിയിൽ അടച്ചു വെക്കും. എനിക്ക് കൂടുതൽ ഇങ്ങനെയുള്ള മാലകൾ, ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിനാണ് താല്പര്യം. അപ്പം ആദ്യത്തെ ഒരു മാല എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് കാണാൻ എന്ന് വിചാരിക്കുന്നത് മുത്ത്, ചെറിയ ചെറിയ മുത്തുള്ള മാല കേട്ടോ. ഇതുള്ള അടിപൊളി മാലയാണ്. ഇതധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടോ, ഇതാണ് ഈ ഒരു മാല. ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട്, എൻ്റെ കയ്യിൽ റെഡും ഉണ്ട്. ഇത് ഞാനിവിടെ ഷാർജയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഷാർജ, നമ്മുടെ യാർമുക്കിൽ പള്ളിയുടെയൊക്കെ അടുത്തായിട്ട്, അവളുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച 2 മാലകളാണ്. ഒന്ന് ബ്ലാക്കും പിന്നെ മറ്റേത് റെഡും. അതാ റെഡും അടിപൊളിയാണ്. ഈ സാരിയുടെ ഒക്കെ ഇടാനായിട്ട് അടിപൊളി. കണ്ട, നല്ല മുത്താണ്, നല്ല തിളക്കമുള്ള നല്ല മുത്ത്. കണ്ട, അങ്ങനെ ഈ ഒരു ബ്ലാക്കും റെഡും ഉള്ള 2 മാലകൾ. പിന്നെ ഉള്ളത് ഈ ഒരു മുത്ത്, അതായത് ഇത് ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഞാൻ ഇടുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. നാട്ടിൽ ഞങ്ങളുടെ ഉർവശി എന്ന് വാങ്ങിച്ചാണ്. ഇത് കണ്ടോ, ഇതാണ് അടുത്തത്. കണ്ടോ, ഇത് ചുരിദാറിനോടെ സാരിയുടെ എല്ലാത്തിനും കൂടെ പോകുന്ന ഒരു കോഫി ബ്രൗൺ കളർ ഉള്ള ഒരു മാലയാണ്. കോഫി ബ്രൗൺ ആണോ? കോഫി ബ്രൗൺ അല്ല, ഒരു ബ്രൗൺ കളർ. അതാണ് ഈ ഒരു മാലയെ. അടുത്തത് ഇത് അടിപൊളി ഒരു മാലയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മിക്കവാറും എല്ലാത്തിനും കൂടെ പോകുന്ന ഒരു മാലയാണ്. ഇതും ഞാൻ നാട്ടിലെ ഉർവശിയിൽ നിന്ന് വാങ്ങിച്ച മാലയാണ്. ഇതിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. നാട്ടിലറിയാം 200, 250, 100, 150 ആ ഒരു റേഞ്ചിലുള്ള മാലകളെല്ലാം. അതിൽ കൂടിയ വിലയുള്ളതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. ഏറ്റവും ചീപ്പായിരിക്കണം, അത് എന്താ പറയുക, നല്ല ഭംഗി ഉണ്ടായിരിക്കണം കാണാൻ. അപ്പോൾ അടുത്ത മാല ഇതാണ്. അടുത്തതും ഒരു വെള്ളമാലയാണ്. അത് ഇവിടെ ആണെങ്കിൽ ഒരു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കരോളിൻ്റെ, ആ സമയത്ത് വാങ്ങിച്ച മാലയാണ്. ഇതാ ഞാൻ ആ സമയത്ത് മാത്രമേ ഇട്ടുള്ളൂ. ഇത് നമ്മുടെ ഇവിടുന്ന് വാങ്ങിച്ച ലോക്കൽ മാലയാണ്. വലിയ വിലയൊന്നുമില്ല. എൻ്റെ കയ്യിൽ കുറേ കാലങ്ങളായിട്ടുള്ളൊരു മാലയാണ്. അതായത് പേളിൻ്റെ മാലയാണ് കേട്ടോ. ഇതും നാട്ടിൽ നിന്ന് വാങ്ങിച്ച മാലയാണ്. ഇതും ഞാൻ ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ ഒക്കെ പെയർ ചെയ്യുന്നൊരു മാലയാണ്. ഒരു ബ്ലാക്ക് അല്ല, ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഒരു മാലയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു മാലയാണ്. യൂസ് ചെയ്ത് ഇപ്പം അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് ഒക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യുന്നതായത്. കണ്ടോ, ഇതൊരു ബ്ലൂ കളർ അങ്ങനത്തെ ഒരു മാല. ഇത് നല്ല രസമാണ്, അങ്ങനെ നമ്മുടെ കഴുത്തിൻ്റെ വട്ടത്തിൽ കിടക്കും. അടുത്താണെങ്കിൽ ഇതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ മംഗല്യ സൂത്രം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മോഡലിലുള്ളൊരു മാലയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതും ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് ഞാൻ നാട്ടിലത്തെ ഉർവശിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഭയങ്കര രസമാണ്. ഇത് നമ്മുടെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ കിടക്കുന്ന മാലയാണ്. ഇത് കണ്ടോ, കാണാമല്ലോ നിങ്ങൾക്ക്. ഇതിങ്ങനെ ചുറ്റി കിടക്കുന്ന മാല, അടിപൊളി മാല കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. സ്വർണ്ണ ചെയിനും പിന്നെ അതിൻ്റെ നടുക്കായിട്ടൊരു ബ്ലാക്ക് തരത്തിലുള്ള ഒരു ഉണ്ട പോലത്തെ ഒരു മുത്തും കൂടെ ഉള്ളൊരു മാലയുണ്ട്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ കമ്മലും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച മാർക്കറ്റിൽ പോയ സമയത്ത്. ഇതെന്ന് പറയുന്നത് ഇത് ഈ മാലയാണ്. ഇത് എല്ലാ ഡ്രസ്സിനൂടെ പെയർ ചെയ്യുന്നത്, ഒരുമാതിരിപ്പെട്ട എല്ലാ ഡ്രസ്സിനൂടെ പെയർ ചെയ്യാൻ പറ്റിയ മാല. ഇത് ഞാൻ വാങ്ങിച്ചത് ഗ്ലോബൽ വില്ലേജിനാണ്. ഈ പ്രാവശ്യത്തെ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. ഇതിനും അധികം വിലയൊന്നുമില്ല, 20 dirhams ആയിരുന്നു തോന്നുന്നു. ഇതെല്ലാ കളറുമാണ്, മൾട്ടി കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഡ്രസ്സിനൂടെയും യൂസ് ചെയ്യാൻ പറ്റിയതായിരുന്നു എൻ്റെ സ്വർണ്ണമല്ലാത്ത കളക്ഷൻസ്. സ്വർണ്ണത്തിൻ്റെ കളക്ഷൻസ് എപ്പോഴെങ്കിലും പറ്റുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാമേ. കുറച്ച് ഇവിടെ ഉണ്ട്, കുറച്ച് നാട്ടിലും. അങ്ങനെയാണ് ഗോൾഡ് ഇരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.